യെസ്, ഹലോ ചോ, ഹായ്, നമസ്തേ, ക്യാ ഹാൽചാൽ, മേരെ ഭാരത്വാസിയോ എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ മേരെ ഭാരത്വാസിയോ എന്ന് പറയുന്ന പാഠഭാഗം ജവഹർലാൽ നെഹ്റു, നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒക്കെ എഴുതിയിട്ടുള്ള അത്രയും പ്രസിദ്ധനായിട്ടുള്ള ഒരു ലേഖകനാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഇന്നത്തെ IITs ഒക്കെ സ്ഥാപിതമായത് ഇദ്ദേഹത്തിന്റെ ആ ഒരു വിഷനാണ്, ജവഹർലാൽ നെഹ്റുയുടെ വിഷനാണ് അല്ലെ. സോ ഇത്രയൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആഗസ്റ്റ് 14 അർദ്ധരാത്രി നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ച് ഉണ്ട്. ഓക്കെ, ആ ഒരു സ്പീച്ചാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയാം, രാജ്യം എന്ന് പറയുന്നത് അട്ടേർലി എന്താണ്, ബ്രിട്ടീഷുകാർ ഭരിച്ച് മൊത്തമായിട്ടൊരു കൊളോണിയൽ ലൂട്ടൊക്കെ ചെയ്തിട്ട് രാജ്യമെമ്പാടും എന്താണ് പ്രശ്നങ്ങളിലാണ്. ഓക്കെ, അതിനൊക്കെ ഒന്ന് വെൽ സ്ട്രക്ചേർഡ് ആക്കണം, വെൽ മാനറിൽ, വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അക്കൗണ്ടബിലിറ്റി ഒക്കെ കൊണ്ടുവന്ന് ഒരു ബെറ്റർ രാജ്യത്തെ ഗൈഡ് ചെയ്യണം. അവിടെ ഫ്രറ്റേണിറ്റീസ് മാറ്റർ, സെക്യുലാരിസം ഈസ് മാറ്റർ, എവറിത്തിങ് ഈസ് മാറ്റർ. അത്രയും ഇതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ ഒന്ന് പുതുക്കി പണിയേണ്ടിയിരിക്കുന്നു. അതിലേക്കാണ് അത് നമ്മുടെ ആ ഒരു ജവഹർലാൽ നെഹ്റുവിന്റെ വിഷനാണ് ഈ ഒരു സ്പീച്ചിൽ ആഗസ്റ്റ് 14 അർദ്ധരാത്രി 1947 അദ്ദേഹം പറഞ്ഞിട്ടുള്ള 1947 അർദ്ധരാത്രിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻസിഡന്റ് മേരെ ഭാരത് വാസിയോ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടുള്ള ആ ഒരു സ്പീച്ചാണ്. ആ ഒരു സ്പീച്ച് നിങ്ങൾ കേട്ടു അല്ലെ, ആ ഒരു സ്പീച്ച് നിങ്ങൾ കേട്ടു, നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ പോക്കാണ്. ओके, ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെ സ്പീച്ച് കേട്ടിട്ടുണ്ട്. इट्स रियली नाइस, इट्स इम्पेक्टेबल. ओके, हिंदी में बोलना है आपको, ठीक है? तो ये मैंने उनका जो स्पीच मैंने सुना है, उनका जो भाषण मैंने सुना है, बहुत क्या है दिलचस्प था. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നു, നീയും കേട്ടോ ഈ സ്പീച്ച്, ഒന്ന് കേട്ടോ, വളരെ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നു. ആ ഒരു ബാത്ചീത്, ദ കോൺവെർസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞാൻ പഠിക്കാനായിട്ട് പറഞ്ഞത് ആ ഒരു കോൺവെർസേഷൻ ആണ്. നിങ്ങൾ ഈ ഒരു ഭാഷൺ കേട്ടത് നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നു, നിങ്ങളും സുഹൃത്തും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ. मैंने जवाहरलाल नेहरू की जो भाषण सुना है बहुत अच्छा है, वो कहाँ से मिलेगा? അത് എവിടെ നിന്ന് കിട്ടും കേൾക്കാൻ? ആ ഒരു കോൺവെർസേഷൻ. ഓക്കെ, मैं भी सुनूंगा, ഞാനും ആ ഒരു കോൺവെർസേഷൻ കേൾക്കും. ഓക്കെ, डेफिनेटली एक हम जो भारतीय है तो हमको सुनना ही है, तो जरूर भैया मैं सुनूंगा, ഞാൻ അത് ഡെഫിനറ്റ്ലി കേൾക്കും. ആ ഒരു കോൺവെർസേഷൻ. ഓക്കെ, നിങ്ങളും സുഹൃത്തും തമ്മിൽ ഈ ഒരു മേരെ ഭാരതവാസിയോ എന്ന് പറയുന്ന ഈ ഒരു ഭാഷൺ കേൾക്കണം എന്ന് പറയുന്നുള്ള ആ ഒരു കോൺവെർസേഷൻ റിയലി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചോളൂ. ഓക്കെ, ശരി, ഞാൻ ഇനി തിരിച്ചു വരാം, നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് കടക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിസൈസ് റൈറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ്? സംക്ഷേപൺ എന്ന് പറയും. ഓക്കെ, സംക്ഷേപൺ എന്ന് പറയുന്ന ഈ ആൾ നിങ്ങൾ പഠിച്ചു വെക്കണം. സംക്ഷേപണം എന്ന് പറഞ്ഞാൽ പ്രിസൈസ് റൈറ്റിംഗ് ആണ്. ഇത്രയും വലിയൊരു പാരഗ്രാഫ് നമ്മുടെ മുന്നിൽ തരും. ഓക്കെ, 1 2 3 4 6, ഇത് ആക്ച്വലി ഒരു പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പാഠഭാഗത്തിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഇത്രയും വലുത് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തരും. അതിനെ നിങ്ങൾ എന്താക്കണം? അതിനെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കി മാറ്റണം. ये क्या हो रहा है यार, यहाँ पे क्या है? ओके, ये तो अचानक ऐसे ऐसे जा रहा है, ठीक है? ओके, നിങ്ങൾ കണ്ടിന്യൂ അറിയില്ല, സ്ലൈഡ്സ് പെട്ടെന്ന് ബാക്കോട്ട്. ये क्या भाई, अरे ये तो मोशन है क्या, सेंसर है क्या? ठीक है, अरे 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 मातृभूमि तक पहुंच गया यार, ये तो क्या हो रहा है? ഓക്കെ, സോ മേരെ ഭാരതവാസിയോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തരും. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കി മാറ്റണം. ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കി മാറ്റണം. കാരണം 6 പാരഗ്രാഫ് തന്നതിനെ നിങ്ങളൊരു 2-3 പാരഗ്രാഫിലേക്ക് ഒതുക്കുമ്പോഴാണ് എന്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആക്കിയിട്ട് ഒരു 3 പാരഗ്രാഫിലൊക്കെ ഒതുക്കണം. അതാണ് ആക്ച്വലി നിങ്ങൾ ഇവിടെ പഠിക്കണത്. ഓക്കെ, സോ മേരെ ലാലൊക്കെ വന്നിട്ടുണ്ടല്ലോ, വെച്ചോ ക്യാ ഹോ രഹാ യാ പേ, യേ ക്യാ ഹോ രഹാ? യെസ് യെസ്, ഓക്കെ, सो तिरछे राम बैक टू लेसन. ये क्या हो रहा है यार, मैं तो निकाल दिया उसको. अरे भूत है क्या यहाँ पे? मुझे डर हो रहा है बच्चों, ये क्या हो रहा है? ശരി, സോ മേരെ ഭാരതവാസിയോ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രിസൈസ് റൈറ്റിംഗ്, ഏറ്റവും കൂടുതൽ പാരഗ്രാഫ് തന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഒരു 3 പാരഗ്രാഫിലൊക്കെ, 8 10 12 പാരഗ്രാഫ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഒരു അർത്ഥതലത്തെ, അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു 3 ലൈനിലായിട്ട് ഏറ്റവും ചെറുതായിട്ട് എഴുതുമ്പോഴാണ് സംക്ഷേപന്റെ 6 മാർക്ക് കിട്ടുക. ഏറ്റവും ചെറുതായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ചോദ്യത്തെ തന്നതിനെ അതുപോലെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോവും. ഏറ്റവും ചെറുതായിട്ട് എഴുതുമ്പോഴാണ് സംക്ഷേപൺ, പ്രിസൈസ് റൈറ്റിംഗ് ആവുന്നത്. സോ ഈ ഒരു കാര്യം ഇവിടെ പഠിക്കണം. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഹിയർ. സോ ഈ ഒരു പാഠഭാഗത്തിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. സെറ്റ് അല്ലേ? ഇനി ഞാൻ തിരിച്ചു വരാം. ये पंडित नेहरू का 14 अगस्त ओके 1945 पे की जो मध्यरात्रि की दिया गया प्रसिद्ध नियति से साक्षात्कार. ओके, 14 अगस्त 1947 की जो मध्यरात्रि 1947 14 അഗസ്റ്റിന് മധ്യരാത്രി കോ ആരാണ്? പണ്ഡിറ്റ് നെഹ്റു. ഓക്കെ, പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഭാഷണാണ് നിയതി സെ സാക്ഷാത്കാർ. ആ ഒരു ലക്ഷ്യവുമായിട്ടുള്ള ആ ഒരു കണ്ടുമുട്ടൽ എന്ന് പറയുന്ന ആ ഒരു സാധനം. ഓക്കെ, സോ ഉന്നോനെ കഹാക്കി, അദ്ദേഹം എന്താണ് പറഞ്ഞത്? ദുനിയ സോ രഹി യോഗി, ലോകം
മൊത്തം ഉറങ്ങുവാണ് ചെയ്യുന്നത്. ഭാരത് ജീവൻ और स्वतंत्रता की नए सुबह के साथ जागेगा जागेगा ഉണരും എന്നാണ് പറയുന്നത്. ലോകം മൊത്തം ദുനിയ പൂര സോ രഹാ ഹോഗാ, ലോകം മൊത്തം ഉറങ്ങുമായിരിക്കും. പക്ഷേ ഭാരതം എന്താണ്? ജീവൻ और സ്വതന്ത്രത. ഭാരതത്തിന് ഇതൊരു പുതിയ ജീവനാണ്, പുതിയൊരു ജീവിതവും അതുപോലെ സ്വതന്ത്രതയുടെയും പുതിയൊരു സുബഹ്, ഒരു രാവിലെയാണ്, ഒരു പുതിയൊരു പുലർച്ചെയാണ്. കാരണം രാത്രിയാണ്, അർദ്ധരാത്രിയാണ്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് ഒരു വലിയൊരു കുതിച്ചു ചാട്ടം തന്നെയാണ്. ഭാരതം ജീവന്റെയും സ്വതന്ത്രത്തിന്റെയും ഒരു രാവിലെ തന്നെ എഴുന്നേൽക്കാൻ പോക്കാണ്, ഉണരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ये एक ऐतिहासिक क्षण है, ഇതൊരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആണ്. ഇറ്റ്സ് എൻ ഹിസ്റ്റോറിക്കൽ മൊമെന്റ്. വർഷോസ് ശോഷിത് ദേശ്, വർഷങ്ങളായിട്ട് ശോഷിതമായിട്ടുള്ള, അത്രയും ഒപ്രസ്ഡ് ആയിട്ടുള്ള, സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ദേശം, അതെന്താണ്? ആത്മാ അപ്നി ബാത് കർ സക്തി ഹെ, ആ ഒരു രാജ്യത്തിന്റെ ആത്മാവ് എന്താണ്? അതിന്റെ വാക്കുകൾ പറയാനുള്ള ആ ഒരു നിമിഷത്തേക്കാണ് നിയതി സെ സാക്ഷാത്കാർ എന്ന് പറയുന്ന ഈ ഒരു കാര്യം. സോ അത്രയും ഒപ്രസ്ഡ് ആയിട്ടുള്ള രാജ്യം തന്റെ വാക്കുകൾ ഇനി രാജ്യത്തോട്, ഇനി ലോകത്തിന് മുന്നിൽ പറയാൻ പോക്കാണ്. ഭാരതം എന്ന് പറയുന്ന ഒരു പുതിയ ഐഡന്റിറ്റി ഉണ്ടാവാൻ പോക്കാണെന്ന് അദ്ദേഹം പറയാണ് ചെയ്യുന്നത്. ഹമേ ഖുദ് കോ ഭാരത് और उसकी जनता की मानवता की सेवा, മാനവത എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി ആണ്. നമ്മൾ എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? ഹമേ ഖുദ് കോ, നമ്മൾ സ്വയം, ഭാരത് और उसकी जनता और मानवता की सेवा के लिए समर्पित करना है. നമ്മൾ സ്വയം എന്ത് ചെയ്യണം? നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭാരതവും ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മൾ പണിയെടുക്കേണ്ടിയിരിക്കുന്നു. ഹമേ സമർപ്പിത് കർണ ചാഹിയേ, നമ്മൾ ഡെഡിക്കേറ്റഡ് ആവണം. ഓക്കെ, ഭാരത് കി സേവാ കാ അർത്ഥ്, അദ്ദേഹം അതിന്റെ കൂടെ പറയുന്നുണ്ട് ഭാരതത്തെ സേവിക്കുക എന്നതിന് ഒരു അർത്ഥമുണ്ട്. ഭാരത് കി സേവ എന്ന് പറയുന്നത് വെറുതെ എന്തും ചെയ്യുന്നതല്ല, മറിച്ച് ഭാരത് സേവ की जो अर्थ है लाखों करोड़ों पीड़ित लोगों को जो सेवा करना, उनकी जो भूख मिटाना, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ടാവില്ലേ, അവരുടെയൊക്കെ ഗരീബി പട്ടിണി, അതുപോലെ തന്നെ അജ്ഞാനത, അതിനൊക്കെ ഇല്ലാതാക്കുക. സോ ഭാരത് കി ജോ സേവാ കാ അർത്ഥ് ഹെ, ഭാരതത്തെ സേവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ലാഖോ കരോടോ പീഡിത് ലോഗ്, ഒപ്രസ്ഡ് ആയിട്ടുള്ള, സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഓക്കെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഗരീബി, പട്ടിണിയും അതുപോലെ തന്നെ അജ്ഞാനത. കാരണം നിങ്ങൾക്കറിയാം, നോളജ് ആണ്, ഓക്കെ, നോളജ്, അറിവാണ് പലപ്പോഴും എന്താണ് നമ്മളെ ലിവറേജ് ചെയ്യുന്നത്. ഓരോ സമൂഹത്തിലും അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്ക് നോളജ് എന്ന് പറയുന്ന ഒരു വിസ്ഡം എന്ന് പറയുന്ന ഒരു ലൈറ്റാണ് അവരെന്ത് ചെയ്യുന്നത്? അവരെ ആ ഒരു ലോകത്തിൽ നിന്ന് മാറ്റി വെളിച്ചാവുന്ന ആ ഒരു ലൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലോകത്തെ ഒക്കെ അവരെ കടത്തുന്നത് എന്താണ്? ഈ ഒരു വിസ്ഡമാണ്, നോളജാണ്. അറിവ് എല്ലാവരിലേക്ക് എത്തിക്കുക, അറിവ്, വിദ്യാഭ്യാസം എല്ലാവരിലേക്ക് എത്തിക്കുക, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ പട്ടിണിയും മാറ്റുക എന്നാണ് അദ്ദേഹത്തെ ഭാരതത്തെ സേവിക്കുക എന്നത്, ഭാരത് കി സേവാ കി അർത്ഥ്, ഭാരതത്തെ സേവിക്കുക എന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത്. സെറ്റ് അല്ലേ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. 100% നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഭാരത് സേവാ കി അർത്ഥ്, ഭാരത് കി സേവാ കാ അർത്ഥ് ക്യാ ഹെ, ഭാരതത്തെ സേവിക്കുക എന്നതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. ലാഖോ കരോടോ പീഡിത് ലോഗ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഒപ്രസ്ഡ് ആയിട്ടുള്ള, സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഗരീബി, അജ്ഞാനത, യെ സബ്കോ മിഠാന, അറിവില്ലായ്മയും പട്ടിണിയൊക്കെ ഇല്ലാതാക്കുക. സിമ്പിൾ. അടുത്ത കാര്യം എന്താണ്? ഹമാരി പീഡിക്ക് സബ്സെ ബഡി ഇച്ഛ ഹർ ആങ്കോ സെ ആസു പോച്ച്ന ഹെ, നമ്മുടെ ജനറേഷനിലെ ആ ഒരു ജനറേഷന്റെ ഏറ്റവും വലിയ ഇച്ഛ, കാരണം നമ്മുടെ ജനറേഷനിൽ ആ ഒരു മഹാത്മാവ് ഗാന്ധിജിയുടെ റെഫറൻസ് കൂടെ അദ്ദേഹം അതിൽ കൊടുക്കുന്നുണ്ട്. ഹമാരി പീഡിക്ക് സബ്സെ മഹത്വ നേതാക്കാജോ ഉൻകാ ജോ റായ് ക്യാ ഹെ, ആ ഗാന്ധിജിയുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. എന്താണ്? എല്ലാ ആൾക്കാരുടെയും ഹർ ആങ്ക് സെ ആസു പോച്ചാ രഹേ ഹെ, എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് അകറ്റുക എന്ന് പറയുന്നതാണ് അദ്ദേഹം ഭാരത് സേവ എന്ന് പറയുന്നത്, രാജ്യത്തെ സേവിക്കുക എന്നതിന്റെ അർത്ഥമാക്കി അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഭാരതത്തെ സേവിക്കുക എന്നത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. ഹമേ ഏസി മഹാൻ ഭാരത് കാ നിർമ്മാൺ കർണ ചാഹിയേ, നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്? എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണീരകറ്റുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും ഈ ഒരു ജനറേഷന്റെ, ഈ ഒരു പീഡി, നമ്മൾ ഈ ഒരു ജനറേഷന്റെ ഏറ്റവും നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ചെയ്യും. അതുപോലെ ഹമേ ഏക് ऐसा മഹാൻ ഭാരത് കാ നിർമ്മാൺ കർണ ചാഹിയേ ജഹാ ഉസ്കെ സാരെ ബच्चे ശാന്തി സെ രഹ സകേ, എങ്ങനെ ഒരു ഭാരതത്തെ നിർമ്മിക്കാനാണ് അദ്ദേഹം പറയുന്നത്? ആ ഒരു ഭാരതത്തിലെ എല്ലാ കുട്ടികളും ശാന്തമായിട്ട്, ഓക്കെ, അത്ര യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ കലഹങ്ങളോ ഒന്നുമില്ലാത്ത ആ ഒരു ഫ്രട്ടേണിറ്റിയും സെക്യുലാരിസും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യത്തെ നിർമ്മിക്കാൻ, ഒരു കുട്ടി പോലും വിഷമിക്കാതെ സന്തോഷമായിട്ട് ശാന്തനായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ലോകത്തെ നിർമ്മിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ജനറേഷന്റെ ഏറ്റവും വലിയ ആഗ്രഹവും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഹരേക് ആങ്കോ സെ ആസു പോച്ന, ഒന്ന്. അടുത്തെന്താണ്? നിർമ്മാൺ കർണ ജഹാ ഉസ്കെ സാരേ ബच्चे ശാന്തി സെ രഹ സകേ, എല്ലാ കുട്ടികളും വളരെ പീസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഭാരതത്തെ നിർമ്മിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ജനറേഷന്റെ ഏറ്റവും വലിയ മക്സദ്, ദ ഡെസ്റ്റിനേഷൻ. ഇനി അതിലേക്കാണുള്ള നമ്മുടെ യാത്ര, അതിലേക്ക് എത്രമാത്രം എത്തി എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് 2026 ആണ്. 1947 അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് എത്രമാത്രം
എത്രമാത്രം എത്തി എന്നത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതാണ് ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. ഇതുവരെ സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് ഞാൻ കാണാം. ഇതിന്റെയൊക്കെ മലയാളം വേർഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി. ജിമൻ സാർ ജൂപ്പോട്ട് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ മലയാളവും ഹിന്ദിയും ഒക്കെ നിങ്ങൾക്ക് ഞാൻ സെറ്റാക്കി തരുന്നുണ്ട്. ഓണം എക്സാം നമ്മൾ തൂഫാനാക്കിയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം, എത്രമാത്രം ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്നൊരു കാര്യം. സോ താങ്ക് യു ബച്ചോ, बहुत बहुत धन्यवाद. ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യൂ. ഒരു കോൺവെർസേഷനും ഒരു സംക്ഷേപൻ റൈറ്റിംഗും പ്രിസൈസ് റൈറ്റിംഗ് ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പഠലോ, ലിഖ് പഠലോ, എഴുതിയിട്ടൊന്ന് പഠിച്ചോളൂ. യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദ ചേഞ്ച്. നിങ്ങൾക്ക് ആ ഒരു മാറ്റം, യു ക്യാൻ ഫീൽ ദ ചേഞ്ച്. കാരണം ഹിന്ദി എന്ന് പറയുന്നത് അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇപ്പോൾ +2 നിങ്ങൾ ഹിന്ദി എടുത്തിട്ടുണ്ടാവുക. +2 പഠിക്കുമ്പോൾ ഹിന്ദി നിങ്ങൾ പഠിക്കുന്നത് അല്ലേ. സോ +1 +2 ഒക്കെ നിങ്ങൾ ഹിന്ദി ഒപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പാഷൻ ഉണ്ട്, ഫ്യൂച്ചറിലൊക്കെ ഹിന്ദി പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. സോ ഡോണ്ട് വറി ബച്ചോ, ലിഖ് പ്രാക്ടീസ് करो, എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. तो ठीक है बच्चों, मिलते हैं. चैप्टर हमने बहुत अच्छे से समझ लिया है. तो जय हिंद बच्चों, टाटा.